ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീക്കത്തിയാണ്, അതിനെ കുറച്ച് ഫ്രീക്ക് പോസൊക്കെ കാണിക്കുന്നത്. ഞാനാണെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് വലിഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത്തിരി ഭേദപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവരുടെ സൊസൈറ്റിയിൽ ഒരു ഫ്ലീ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ എക്സിബിഷനൊക്കെ നടക്കുമ്പോൾ കുറച്ച് സ്റ്റോളുകളൊക്കെ വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കില്ലേ, ജസ്റ്റ് അത്ര തന്നെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സംഭവം, കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സംഭവം. അപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ പോയി വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പക്ഷേ കണ്ട സ്ഥിതിക്ക് അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ സെലക്ഷനൊക്കെ ഉണ്ട് നല്ലോണം, പക്ഷേ ഭയങ്കര വിലയാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് പിന്നെ ഇവിടുത്തെ ഈ സൊസൈറ്റിയിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരു സൊസൈറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഇത് സ്കേറ്റിംഗ് ചെയ്യുന്ന ഗ്രൗണ്ടാണ് നേരത്തെ കണ്ടത്. കുട്ടികൾക്ക് ഇത് പ്ലേ ഏരിയ, മണ്ണിൽ ഇട്ടിട്ടുള്ള പ്ലേ ഏരിയ ആണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ് കേട്ടോ. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള എമ്യൂണിറ്റീസ്, സൗകര്യങ്ങളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും നല്ല എന്താ പറയുക, ബോറടിക്കാണ്ട് എല്ലാവിധ സംഭവങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ജിമ്മിൻ്റെ തൊട്ട് മുമ്പിലുള്ള സംഭവമാണ് കേട്ടോ. അതായത് ജിമ്മിൽ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നേരെയായിട്ട് തന്നെ ജിമ്മ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജിമ്മിൽ. അതിൻ്റെ മുകളിലത്തെ ഒരു ബിൽഡിങ്ങാണിത്, ക്യാരംസ് കളിക്കാനുള്ള ഏരിയ. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ ടേബിൾ ടെന്നീസ് കളിക്കാനും, അതുപോലെ തന്നെ ഇപ്പുറത്ത് പച്ച കളറിൽ കാണുന്നത് പൂൾ ടേബിളാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ ഏരിയ ആണ് കുട്ടികളുടെ. ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ ആയമാർക്കൊക്കെ വന്നിരുന്നിട്ട് കുട്ടികളെ കളിപ്പിക്കാനുള്ള ഒരു ഏരിയ. ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. പിന്നെ ആദ്യം നമ്മൾ കണ്ടത് ഇങ്ങനെ മാജിക്കിൻ്റെ കണ്ടിട്ടില്ലേ, അതൊരു വലിയ ഗ്രൗണ്ട്, അവിടെ ക്രിക്കറ്റൊക്കെ കളിക്കും. ഇത് ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. കുറേ കളിക്കാനുള്ള സംഭവങ്ങൾ ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് നേരം പോകാനായിട്ട്, അതായത് ബോറടി എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല. കാരണം താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത്രമാത്രം സംഭവങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സൗകര്യങ്ങൾ ചെയ്യാൻ, ആടാനായിട്ടും അല്ലാണ്ടുള്ള സംഭവങ്ങൾ, ഇങ്ങനെ പിടിച്ച് ഇതാവണതും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.